അപ്പോൾ ഹൈ ഗൈസ്, നമ്മുടെ ഗെയിമിലേക്ക് മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് ഈ വീഡിയോ പറയുന്നതായിരിക്കും. ഗൈസ്, നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ വരെ കാണാൻ ശ്രമിക്കുക. ഇതെടുക്കാൻ ഒരു പാടുമില്ല, സിമ്പിളാണ്. ഞാൻ ഇതെങ്ങനെ എടുക്കാമെന്ന് ഈ വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇതിൽ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതൊക്കെ എന്തോന്നാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ വഴിയെ പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോയുടെ എൻഡ് വരെ കാണണേ. അപ്പം നമുക്ക് ഈ മെട്രോ സ്റ്റേഷൻ എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2 ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം ആ ലിങ്ക് 2 നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് ആ 2 ലിങ്കും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ആദ്യം തന്നെ പോയി ടെക്സ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇതിന് ഫയലിലോട്ട് പോകുന്നതായിരിക്കും. അതിൽ കുറേ ടെക്സ്റ്റേഴ്സ് കാണും. നിങ്ങൾ അതേ ഓർഡറിൽ നിങ്ങൾ ഓരോന്നായി ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ലിങ്ക് 2ൽ നിങ്ങൾ കയറി ലിങ്ക് കോപ്പി ചെയ്തെടുക്കണം. എന്നിട്ട് വേറെ ഒന്നുകൂടെ നമ്മൾ ഗെയിമിലേക്ക് കയറണം. ഗെയിമിലേക്ക് കയറിയതിന് ശേഷം ആദ്യ സ്റ്റൂളിൽ ബാൻ 1 എന്നടിക്കണം. ഇതേപോലെ തന്നെ നമുക്ക് അതേ ഓർഡറിൽ നമ്മൾ ബാൻ 2 എന്നടിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഫയലിലോട്ട് പോകുമ്പോൾ അതിൽ തന്നേക്കണ ആ ഓർഡറിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എടുക്കണം കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മളിത് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പോയി ബാൻ 1 എന്നടിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഗാലറിയിലോട്ട് പോകുന്നതായിരിക്കും. ഇത് നമ്മൾ 18 ഫോട്ടോസാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ളത്. നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഞാൻ ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ ഫോട്ടോ ഇതാണ്. അതേപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കണം, എങ്കിലേ നിങ്ങൾക്കത് വർക്കാവുള്ളൂ. അടുത്ത് നമ്മൾ ബാൻ 2 എന്നടിക്കണം. എല്ലാം ബാൻ 18 വരെ നമ്മൾ അടിക്കണം. ഇതേപോലെ തന്നെ കറക്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതേ ഓർഡറിൽ തന്നെ മിക്സായാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല ഗൈസ്. നമ്മൾ ഇനി ബാൻ 2 എന്നാണ് അടിച്ചത്. ബാൻ 2 അടിച്ചതിന് ശേഷം വീണ്ടും ഗാലറി ഓപ്പണായി വരുന്നതായിരിക്കും. നമ്മൾ 18 വരെ അടുത്തത് രണ്ടാമത്തെ നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആർട്ടിസ്റ്റുള്ളിൽ ബാൻ 3 എന്നടിച്ച് അടുത്ത നമ്മൾ ബാൻ 3 ആണ് എടുക്കാൻ പോകുന്നത്. ബാൻ 3 അടിച്ചതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ ആ റെഡ് കളർ പോലത്തെ ഇമേജ് എടുക്കും. പിന്നെ ഞാൻ ഈ 2 ലിങ്കും കാര്യങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്ത കേസ് നമ്മൾ ബാൻ 4 ആണ്. പിന്നെ ഗൈസ്, ഞാൻ ഈ ചെയ്യണ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഓരോന്നായിട്ട് എടുത്ത് അല്ലെങ്കിൽ വീഡിയോ സേവ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം, എങ്കിലേ വർക്കാവുള്ളൂ. പിന്നെ ഗൈസ്, ഞാൻ അവസാനം കാണിക്കുന്നതായിരിക്കും നമ്മളെ മെട്രോ സ്റ്റേഷനൊക്കെ എങ്ങനെ ഇരിക്കും. ട്രെയിൻ വരെയുണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഇവിടെ മാക്സിമം 5 വരെ കാണിക്കുന്നുള്ളൂ. ഞാൻ ഒരുപാട് കാണിച്ച് ലാഗ് ആക്കുന്നില്ല ഗൈസ്. ഇനി നമുക്ക് എല്ലാം 18 വരെ ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ 18 വരെ കറക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണിച്ച പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്താലേ ഗൈസ് കിട്ടുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നെറ്റ് ഓൺ ആക്കണം. നെറ്റ് ഓൺ ആക്കിയിട്ട് നമ്മൾ നേരത്തെ ഒരു ലിങ്ക് കോപ്പി ചെയ്തില്ലായിരുന്ന ഈ ടെക്സ്റ്റർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒരു ലിങ്ക് കോപ്പി ചെയ്തില്ലായിരുന്ന അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യണം. നമ്മൾ കുറച്ച് നേരം പോയിട്ട് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ ചേർത്തായിട്ട് ലാഗ് അടിക്കണം ഗൈസ്. നമ്മൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം പേസ്റ്റ് ക്ലിക്ക് ചെയ്യണം. കുറച്ച് നേരം നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫയൽ ലോഡഡായി കിട്ടുന്നതായിരിക്കും ഗൈസ്. ഇവിടെ ലോഡഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെറ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കിയതിന് ശേഷം കുറച്ച് നേരം നമ്മൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് അടിക്കണം കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാനും അറിഞ്ഞൂടെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഇതും നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ചെയ്താൽ മതി ഗൈസ്. നമ്മളിവിടെ റീസ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തതിന് ശേഷം നമ്മുടെ മെട്രോ സ്റ്റേഷൻ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒരു ഡാറ്റ് ബൈക്കാണ് സ്പോൺ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാം. പിന്നെ ഗൈസ്, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ ഒരു ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയിൽ പോയി ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പിന്നെ അടിയിലോട്ട് പോകുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും കൂടി ഓൾ ഓപ്ഷന് സെറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ. ഞാൻ ഇവിടെ കൂടെ ബൈക്ക് ഓടിച്ച് അങ്ങ് മണ്ടയിലോട്ട് കയറ്റുകയാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് നമുക്ക് കയറി പോകാനൊക്കെ പറ്റുന്നതായിരിക്കും. എന്നിട്ട് ഇതേപോലെയൊക്കെ നമുക്ക് കയറാൻ പറ്റുന്നതായിരിക്കും.
അത്യാവശ്യം സ്മൂത്തായിട്ടൊക്കെ നമുക്ക് കയറി എത്താൻ പറ്റും. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടയിലാണ് മെട്രോ ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് പോയി കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ അടച്ചേക്കും. നമുക്ക് ഇവിടെ ചാടിക്കടന്നാണ് പോകാനുള്ളത്. ഞാൻ ഇവിടെ ചാടിക്കടന്ന് പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറേ റൂമുകൾ കാണാൻ പറ്റും ആൾക്കാർക്ക് ഇരിക്കാനുള്ള. ഞാൻ ഒരു റൂമിൽ നിങ്ങൾക്ക് കയറി കാണിച്ചു തരാം. ഇവിടെ സോഫ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. സോഫ, ലൈറ്റ്, ഒരു ജനാലയൊക്കെയുണ്ട്. നമുക്ക് ട്രെയിൻ വരുന്നതെന്ന് കാണാനുള്ള ഒരിതാണ്. അതിന് ശേഷം നമുക്കിനി ഇവിടെ ഒരു കട പോലെയൊക്കെ, നമുക്ക് കടയല്ല ഗൈസ്, ഇവിടെ ജ്യൂസിൻ്റെ ഒരു മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അങ്ങോട്ട് ഞാൻ കയറി വന്നില്ലേ ആ സൈഡിലോട്ട്, ഇപ്പോൾ നമ്മൾ ബൈക്കും കൊണ്ട് വന്ന അതിൻ്റെ സൈഡിലും താഴെയും കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഒന്ന് ജസ്റ്റ് ഇറങ്ങി നോക്കട്ടെ ഗൈസ്. ഇവിടെ ഇറങ്ങാനും കയറാനൊക്കെ കുറച്ച് പാടാണ്. എന്തായാലും കുറച്ച് തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് അപ്പുറത്തോട്ട് ചാടി ഇറങ്ങാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഗൈസ് നമുക്കിവിടെ ട്രെയിനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇപ്പം നമുക്ക് വന്ന് നോക്കിയാൽ നമുക്ക് എവിടേക്കാണ് പോകാനുള്ള ഓരോ സ്റ്റേഷൻ്റെയൊക്കെ ഒരു ഫോട്ടോയാണ്. നമ്മൾ ഇങ്ങോട്ട് ചെന്നാൽ താഴെ ഒന്നുമില്ല. ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ്, ജ്യൂസ് മിഷൻ അങ്ങനെ ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ എന്തായാലും താഴെ ഇറങ്ങി നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് ഇവിടെ മറ്റേ അതേപോലെ തന്നെ ഇവിടേക്ക് സ്റ്റേഷനിൽ ഇറങ്ങും. പിന്നെ ഇവിടെ കണ്ട സോഫ അങ്ങനെ കുറേ ഉണ്ട്, ഓരോ ഡോറ്, പിന്നെ ജ്യൂസ് മെഷീൻ തോണ്ട് സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ആ സൈഡിൽ ഇരിക്കാൻ നിങ്ങൾ കണ്ടോ ഗൈസ്, ജ്യൂസ് മെഷീനും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇവിടെ കണ്ടോ ഗൈസ് സൈഡിലൊരു ജ്യൂസ് മെഷീനൊക്കെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒരുപാടുണ്ട് കാണാനായി. ഇവിടെ മാത്രമല്ല നമ്മുടെ ഈ മെട്രോ സ്റ്റേഷനിലെല്ലാം കൂടെ അത്യാവശ്യം തോനെ കാണാനൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് ഇവിടെ കുറേ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ജ്യൂസ് മിഷ്യൻ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെയാണ് നമ്മുടെ ഈ മെട്രോ സ്റ്റേഷനിൽ കൊണ്ടുവന്നേക്കണത്. ഇവിടെ കണ്ടോ ഗൈസ് കുറേ ജ്യൂസൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ ഫോട്ടോകളാണ്. ഇതിൻ്റെ ടെക്സ്ചർ ഇല്ലാതെ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്തൊരു ലിങ്ക് കോപ്പി മാത്രം ചെയ്താൽ നമുക്കൊരു വൈറ്റ് കളറ് ഇതാണ് കിട്ടുന്നത്, ടെക്സ്ചർ ഒന്നും ഇല്ലാത്തത്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ട്രീ ഹൗസ് നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അന്നത്തെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എനിക്ക് ടെക്സ്ചറിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടിയില്ലായിരുന്നെന്ന്. ഇപ്പം എനിക്ക് സിം ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ടെക്സ്ചർ എങ്ങനെ എടുക്കാമെന്ന്. അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം ഈ ടെക്സ്ചർ എങ്ങനെ എടുക്കാമെന്ന്. നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നായിരുന്നു, എന്തായാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഗൈസ് നമുക്ക് ഇവിടെയും കുറേ ജ്യൂസ് മെഷീനും അങ്ങനെ ഇവിടെയൊക്കെ പോകണ മാപ്പും സ്റ്റേഷനും അങ്ങനെ കുറേ ഉണ്ട്. ഇവിടെ നമ്മൾ താഴെയിലോട്ട് ഇറങ്ങിയാൽ നമുക്ക് വണ്ടികളൊക്കെ പോകുന്നത് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഞാൻ ചെയ്ത സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലപോലെ ഓർത്ത് വെക്കണം, എങ്കിലേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പോണ ആ ലിങ്കിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റേഴ്സൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഒരുപാട് ലേറ്റ് ആക്കാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ട്രെയിനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ പോണ ലൊക്കേഷനിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് പോകാൻ ശ്രമിക്കുക. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫ്രണ്ട് സൈഡിൽ കൂടെയും പോവാം, ബാക്ക് സൈഡിൽ കൂടെയും പോവാം. ഞാൻ ഇവിടെ ബാക്ക് സൈഡിൽ കൂടെയാണ് പോകുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിൽ കൂടെ പോവാം. പിന്നെ ഞാൻ ഇവിടെ ഒരു ഒമിനിയും എടുത്തുകൊണ്ടാണ് പോകുന്നത്. അവിടെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ നമ്മൾ വണ്ടി എവിടെയെങ്കിലും കയറി ഇടിച്ചുന്ന ക്യാരക്ടർ തെറിച്ചു പോകുന്നതായിരിക്കും. സൂക്ഷിച്ചും കണ്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഇത്രയും കാണിച്ചിട്ട് പിന്നെ ക്യാരക്ടറിനെല്ലാം ഗൈസ് പറഞ്ഞ് നാക്കെടുത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് വണ്ടിയുടെ ഡോറൊക്കെ പോയി എവിടെ കയറി ഇടിച്ച്. സൂക്ഷിച്ചും കണ്ടൊക്കെ ഇവിടെ ഓട്ടിക്കാൻ പറ്റൂല, ഒരുപാട് സ്പീഡിനും പോകാൻ പറ്റൂല. എന്നാലും സൂക്ഷിച്ചും കണ്ട് ഗൈസ് ഈ ബ്രേക്കും കിട്ടണില്ലല്ലേ, പിടിച്ചിട്ട് കൺട്രോളില്ല, വണ്ടിക്ക് കൺട്രോളൊക്കെ പോയി വീടിൻ്റെ അവിടെയൊക്കെ ചെന്ന് ഇടിച്ചിരിക്കണം. ബൈക്കൊല്ലാം എടുത്താൽ മതിയായിരുന്നു ഗൈസ്. ബൈക്കായിരുന്നെങ്കിൽ ഇതേപോലെ ഇടിക്കാതെ സ്മൂത്തായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പറ്റുമായിരുന്നു. ബൈക്ക് എടുത്താൽ മതിയായിരുന്നു ഗൈസ്, എങ്കിൽ നമുക്ക് എത്തായിരുന്നു ഗൈസ്. പണി കിട്ടി ഗൈസ്, ക്യാരക്ടർ ചത്ത് ഗൈസ്. പിന്നെ ഗൈസ് എനിക്ക് നേരത്തെ ഒരു പണി കിട്ടിയായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഇടിച്ച് ക്യാരക്ടർ തറയിൽ പോയി ഇടിച്ച് ചത്തുപോയി. പിന്നെ ഗൈസ് ഇവിടെ ഞാൻ ജെറ്റ് പാക്ക് വിളിച്ചിട്ടാണ് പോകുന്നത്. ബൈക്കും കാറും കൊണ്ടുപോകാൻ പാടാണ്, അവിടെ എവിടെയെങ്കിലും ഇടിച്ചിരിക്കും. ജെറ്റ് പാക്കിൽ പോകുന്നതാണ് സേഫ്. എന്തായാലും നമുക്ക് ജെറ്റ് പാക്കിൽ പോയി അവിടെ പാളത്തിൽ ഇറങ്ങിയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഞാൻ ഇനി ഇവിടെ ഫ്രണ്ടിൽ കൂടെയാണ് ഗൈസ് പോകുന്നത്, ബാക്ക് സൈഡിൽ കൂടെ പോകുന്നില്ല. എനിക്ക് തോന്നുന്നു ഗൈസ് ഫ്രണ്ട് സൈഡിൽ കൂടെ പോയാലാണ് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും ഗൈസ് ഞാൻ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം.
എങ്ങനെ ഇരിക്കും നമ്മുടെ ട്രെയിനും കാര്യങ്ങളൊക്കെ എന്ന്. നമ്മുടെ ട്രെയിനും കാര്യങ്ങളൊക്കെ സ്റ്റീലാണ്. അപ്പോൾ ഗയ്സ് നമ്മൾ എത്താറായിട്ടുണ്ട്. ഇവിടെ 2 മെട്രോ സ്റ്റേഷനുണ്ട്. നമ്മുടെ ഈ ലിങ്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ 2 മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഞാൻ എന്തായാലും ഇവിടെ ഇറക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന്. നമ്മുടെ മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എന്തോന്നൊക്കെയാണ് നമ്മൾ ട്രെയിനിൻ്റെ അകത്തൊക്കെ കയറി എന്തോന്നൊക്കെ കാണാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാത്തവരാണെങ്കിൽ ഒന്നും കൂടി പറയണം, പോയി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഗയ്സ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗയ്സ് നമ്മൾ ട്രെയിനിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ ക്യാരക്ടർ വീണ്ടും വീണ് ചത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഗയ്സ് നമുക്ക് കയറാനുള്ള സ്ഥലം കാര്യങ്ങൾക്ക്. അല്ല ഗയ്സ് ഇതല്ല നമുക്ക് കയറാനുള്ള സ്ഥലം. നമ്മുടെ ട്രെയിനിലേക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് കയറാൻ പറ്റുന്നത്. ഞാൻ അപ്പുറത്തെ സൈഡിൽ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ട്രെയിനിൽ എങ്ങനെ കയറാം, എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ട്രെയിനിങ് കാര്യങ്ങൾക്ക് അത്യാവശ്യം വലിയ ട്രെയിനിങ് തന്നെ. അപ്പോൾ ഗയ്സ് എന്തായാലും നമ്മൾ ട്രെയിനിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ഇതാണ് ഡ്രൈവർ ഇരിക്കണം. അല്ല ഗയ്സ് ഇത് ബാക്ക് സൈഡാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഇതേപോലെയൊക്കെയാണ് സീറ്റ് ഇരിക്കണം. നല്ല വലിയ നീണ്ടു കിടക്കുന്ന വലിയൊരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ട്രെയിനിലുള്ളത്. നമ്മൾ ട്രെയിനും കാര്യങ്ങളൊക്കെ ഭയങ്കര വലുതായതുകൊണ്ടാണ്. അപ്പം ഗയ്സ് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ ട്രെയിനിൻ്റെ ഫ്രണ്ട് സൈഡ്. അതായത് നമ്മൾ ട്രെയിനിന് ഭയങ്കര നീളമുണ്ട്. ചില കാർട്ടൂൺസിലൊക്കെ ഗെയിമിലൊക്കെ ചെറിയ ട്രെയിനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷേ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയിൽ വലിയ ട്രെയിനൊക്കെയാണ് ഉള്ളത്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് കയറി കാണിച്ചു തരാം നമ്മളെ ട്രെയിനിൻ്റെ അകം എങ്ങനെ ഇരിക്കുമെന്ന്. നമ്മുടെ ക്യാരക്ടർ എവിടെയൊക്കെ വലിഞ്ഞ് കയറുന്നുണ്ട്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഗയ്സ് നമ്മുടെ ഡ്രൈവർ ഇരിക്കണ സീറ്റും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ഡ്രൈവർ ക്യാബിൻ. ഇനി നമുക്ക് ആൾക്കാരൊക്കെ ഇരിക്കുന്ന സീറ്റ് നോക്കി നോക്കാം. ആൾക്കാർ ഇരിക്കുന്ന സീറ്റ് നല്ല വലിയ സീറ്റാണ്. ഇതാണ് നമ്മുടെ ആൾക്കാരിരിക്കുന്ന സീറ്റ്. ഇതേപോലെ തന്നെ 2-3 ആൾക്കാർ ഇരിക്കുന്നത് ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ നമ്മളെ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ഒരുപാടുണ്ട് അതേപോലെ. അപ്പം ഇത്രയൊക്കെ തന്നെ നമ്മുടെ ഈ മെട്രോ സ്റ്റേഷനിലുള്ളത്. ഇനി നമുക്ക് അപ്ഡേറ്റിലേക്ക് പോവാം. നമ്മുടെ ഗെയിമിലേക്ക് മാരുതി സുസുക്കി കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറയുന്നതായിരിക്കും. അതിനു മുമ്പ് തന്നെ അത് ഇങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോണ മാരുതി സുസുക്കിയും കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് എങ്ങനെ എടുത്ത് ഇതിൽ കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. AC മോഡ് അങ്ങനെ കുറേ മോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കാറിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ടൊരു കസ്റ്റം ഫീച്ചറും കൂടി വരുന്നുണ്ട്. അത് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ വെപ്പൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗെയിമിലേക്ക് വന്ന ആ ന്യൂ ഗണ്ണും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ സ്കൈൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളറാക്കാൻ പറ്റുന്ന ഒരു മോഡും കൂടി നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ട്. ഈ മോഡും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറയുന്നതായിരിക്കും. നമ്മുടെ ഗെയിമിലേക്ക് ഒരു വെറൈറ്റി ട്രാക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതേപോലെയാണ് നമുക്ക് ആ ട്രാക്ടറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ഈ ഗെയിമിലേക്ക് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ. നമ്മൾ കാറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കാറും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിയിടണം. ട്രാഫിക്ക് ഗ്രീൻ സിഗ്നലാകുമ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതായിരിക്കും. ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അതുപോലെ ഗയ്സ് നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ കാർസും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെ ഒരു കസ്റ്റം ഫീച്ചർ വഴിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഗയ്സ് നമ്മുടെ ഗെയിമിലേക്ക് നമ്മൾ ക്യാരക്ടർ ഉറങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് മിക്കവാറും നമ്മുടെ അടുത്ത അപ്ഡേറ്റിലോ നമ്മുടെ ഏതെങ്കിലും ഒരു അപ്ഡേറ്റിൽ വരാൻ നമ്മുടെ ഗെയിമിലേക്ക് നല്ല ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഗെയിമിലേക്ക് ഈ മാസം വരാൻ പോകുന്നത് ഒരു കിടിലം അപ്ഡേറ്റ് തന്നെയായിരിക്കും. എനിക്കറിയാം നിങ്ങളെല്ലാവരും ആ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന്. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് വന്ദേ ഭാരതും കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നുണ്ട്. ഇത് എങ്ങനെയാണ് നമുക്ക് എടുക്കാമെന്ന്, ഈ ഫീച്ചറൊക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ ഗെയിമിലേക്ക് ഡിസ്നി കാർസും കാര്യങ്ങളൊക്കെ നമ്മുടെ RGS മെനു വഴി എടുക്കാൻ പറ്റുന്നത്. നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ ഒരു ഡിസ്നി കാറാണുള്ളത്. അത് നമ്മുടെ മെക്വിൻ കാറാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഗെയിമിലേക്ക് ഈ 5 കാറും കൂടി ആഡ് ആവാൻ പോകുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.